അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെ ചരിത്രപരമായ മണ്ടൻ തീരുമാനത്തിൽ പരോക്ഷമായ വിമർശനവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലടക്കം കോൺഗ്രസിന്റെ വോട്ടിൽ ഗുരുതരമായി വിള്ളലുണ്ടാക്കുന്ന തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇതിനെതിരെ പരോക്ഷ വിമർശനവുമായി NSSും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മന്ത്രി KB ഗണേഷ് കുമാറിലേക്കാണ്. ഗണേശിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇടതു മന്ത്രിസഭയിലെ അംഗമായ ഗണേശ് NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദിയാണെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വിമർശനമുന്നയിക്കുമ്പോൾ NSSന്റെ ഭാഗമായ ഗണേശ് എന്ത് തീരുമാനമെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വരവിശ്വാസിയുടെയും കടമയാണ്. അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല. ഈശ്വരവിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണഘട്ടം മുതൽ NSS സഹകരിച്ചിരുന്നു. ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല NSS നിലപാടെന്നും വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ഗണേശ് അയോധ്യയിലേക്ക് പോകുമോ എന്ന ചർച്ച വീണ്ടും ഉയരുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയവുമായി വിശ്വാസത്തെ കൂട്ടിയോജിപ്പിക്കുന്നുവെന്ന ആരോപണമുയർത്തി യെച്ചൂരി ക്ഷണം നിരസിക്കുകയായിരുന്നു. അയോധ്യയിലെ ചടങ്ങിനെ CPM അനുകൂലിക്കുന്നില്ലെന്ന പരോക്ഷ സൂചനയും അദ്ദേഹം നൽകി. അതുകൊണ്ട് തന്നെ ഗണേശിനോടും പോകരുതെന്ന ഉപദേശം CPM നൽകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനിടെയാണ് NSS ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ വിശ്വാസം മാത്രം കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഗണേശിന്റെ നിലപാട് നിർണായകമാണ്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് AICC നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് NSS വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത്. എന്നാൽ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം വിമർശിക്കുന്നുമില്ല. ഇത് NSSുമായി ചേർന്ന് നിൽക്കുന്നവർക്കുള്ള സന്ദേശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം NSSന്റേത് വ്യക്തതയുള്ള നിലപാടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. നിലപാട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. NSS അഭിമാനമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും പങ്കെടുക്കില്ലെന്ന് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 3-നായിരുന്നു കോൺഗ്രസ് നേതാക്കളെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത്. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സംസ്ഥാന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ വീട്ടിലെത്തി ക്ഷണിക്കുകയായിരുന്നു RSS. പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായാണ് നേതാക്കൾ മന്ത്രിയുടെ വീട്ടിലെത്തി ക്ഷണിച്ചത്. മന്ത്രിക്ക് അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകി. പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് CC ശെൽവൻ, കൊല്ലം വിഭാഗം സഹകാര്യവാഹക് ജയപ്രകാശ്, BJP അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ്, സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് എന്നിവരാണ് കൊട്ടാരക്കര വാളകത്തെ വീട്ടിലെത്തി അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഗണേഷ് കുമാർ ചടങ്ങിന് പോകുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നേരത്തെ നിശ്ചയിച്ചവരെയാണ് ക്ഷണിക്കുന്നത്. LDF മന്ത്രിസഭയിലേക്ക് ഈ അടുത്താണ് ഗണേശ് എത്തുന്നതും. മുന്നണിയിലെ പ്രധാന പാർട്ടിയായ CPM ചടങ്ങിന് പോകില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാട് നിർണായകമാവുകയാണ്. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ NSS ഇടയും, പങ്കെടുത്താൽ പിണറായി വിജയൻ കോപിക്കും. ഇതാണിപ്പോൾ ഗണേഷ് കുമാറിന്റെ അവസ്ഥ.